ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്, കുറേ മാസങ്ങളായിട്ട് നമ്മളോട് നമ്മുടെ ഒരു കുടുംബാംഗത്തിൽപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്, മടിപ്പിച്ചയെക്കുറിച്ച് പറയാമോ എന്നുള്ള കാര്യം. ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യമാണ്, ഏതൊരു കാര്യങ്ങൾ പറയണമെങ്കിലും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ഇന്നാണ് എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കണമെന്ന ആഗ്രഹം തോന്നിയിട്ടുള്ളത്. അതായത്, നമ്മുടെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടാകും. പലരും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. അതിൽ ചുരുങ്ങിയ കാര്യങ്ങൾ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മുഖാന്തരം ഭാര്യമാർ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒരുപാടുണ്ടാകും. ഇനി ഭർത്താവിൻ്റെ മദ്യപാനം മുഖാന്തരം ഭാര്യമാർ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. എങ്ങനെ കുടുംബം കഴിയും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എങ്ങനെ ഇല്ലാതാക്കും എന്ന് ചിലർ സങ്കടപ്പെടുന്നുണ്ടാകും. മറ്റു ചിലരാകട്ടെ, സ്വന്തമായി ഒരു വീട് പോലുമില്ല, കയറിക്കിടക്കുവാൻ പറ്റുന്നില്ല, ഞങ്ങൾ എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ള വേദനകളുണ്ടാകും. അതുപോലെ ചിലർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ടാകും, ചിലർക്ക് മാനസികപരമായ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇങ്ങനെ പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാകും. ആ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഉള്ള ഏറ്റവും ഉത്തമ ഒരു വഴിപാടാണ് ഈ മടിപ്പിച്ച എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും കേട്ടു കാണും ഈ മടിപ്പിച്ചയെക്കുറിച്ച്. എങ്കിലും നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ മടിപ്പിച്ച എന്ന് പറയുമ്പോൾ ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്നാണ് പറയുന്നത്. അതായത്, സാധാരണ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർ ചെയ്തു, അവർ നന്നായി ജീവിച്ചു വരുന്നു, ഇവർ ചെയ്തു, ഇവർ നല്ല രീതിയിൽ ജീവിച്ചു വരുന്നു, ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം, അങ്ങനെ നമ്മുടെ മനസ്സിൽ പാടില്ല. തീർത്താൽ തീരാത്ത പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികപരമായ രോഗങ്ങൾ മാറ്റിയെടുക്കുവാൻ, അതായത് മനസ്സിലെ വേദനകൾ മാറ്റിയെടുക്കുവാൻ മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെ നിലനിൽപ്പില്ല, നമ്മുടെ ജീവനും ബുദ്ധിമുട്ടിലാണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. എൻ്റെ ജീവൻ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവൻ പിച്ചയായിട്ട് തരൂ ഭഗവാനെ എന്ന് നമ്മൾ ഭഗവാനോട് ചോദിക്കുന്ന ഒന്നാണ് ഈ മടിപ്പിച്ച എന്ന് പറയുന്നത്. ഓൾറെഡി ഒരു തവണ നമുക്ക് ഭിക്ഷയായിട്ട് ഭഗവാൻ തന്നതാണ് ഈ ജീവിതം, ഈ ജീവൻ എല്ലാം തന്നെ. അങ്ങനെയുള്ള ജീവന് ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ്, ഡോക്ടർ പോലും കൈയൊഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കിനി ഈ ജീവിതത്തിൽ വേറെ ആരെയോടും ചോദിക്കാനില്ല, ആരോടും മുൻപിൽ പോയി കൈനീട്ടുവാനില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഈ മടിപ്പിച്ച. ഭഗവാനോട് ആ ജീവന് വേണ്ടി നമ്മൾ ഭിക്ഷ യാചിക്കുക എന്ന് പറയും. അതാണ് മടിപ്പിച്ച. ഇനി ജീവൻ മാത്രമാണോ എന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മാനത്തിന് വേണ്ടിയും, നമുക്ക് ചിലർ ജീവനേക്കാൾ ഏറ്റവും വില കൽപ്പിക്കുന്നത് നമ്മുടെ മാനത്തിനായിരിക്കും. അങ്ങനെയുള്ള ഒന്നിനു വേണ്ടിയും നമ്മൾ മടിപ്പിച്ച ചോദിക്കാം. അതായത്, കടം പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, കടംകാർ വീട്ടിന് മുൻപിൽ വന്ന് നിൽക്കുന്നു, വാടക കൊടുക്കാൻ വഴിയില്ല, എന്തു ചെയ്യണമെന്നറിയില്ല, എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇനി മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ക്രിട്ടിക്കലായ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കാനും നമുക്ക് ഈ മടിപ്പിച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത്, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു വഴിപാട് നേരരുത്. ഇനി മടിപ്പിച്ച എന്തിനു വേണ്ടിയാണ് എടുക്കുന്നത് എന്ന് കണ്ടു. ഇനി ഒരു കാര്യം കൂടി പറയാം, മടിപ്പിച്ച ഏതെല്ലാം ക്ഷേത്രത്തിൽ എടുക്കാം എന്നുള്ള കാര്യം. സാധാരണ നമ്മൾ മടിപ്പിച്ച എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം പറയുന്നത്? നമ്മുടെ അമ്മമാരോടാണ്. അതുകൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ മടിപ്പിച്ച എടുക്കുന്നത് ചില സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാകും. കേരളത്തിൽ പൊതുവേ ഈ ഒരു വഴിപാട് ഞാൻ കണ്ടുവരുന്നില്ല, പക്ഷെ തമിഴ്നാട് ഭാഗങ്ങളിൽ വളരെയധികം ഉണ്ട്. അതായത് സമയപുരം മാരിയമ്മൻ കോവിൽ, മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ, മുത്താരമ്മൻ കോവിൽ തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ മടിപ്പിച്ച വളരെയധികം ചെയ്യുന്നവരുണ്ട്. ഇനി അതുപോലെ തന്നെ മടിപ്പിച്ച വേറെ ഏത് ക്ഷേത്രത്തിൽ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നത്? ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും പലരും അവിടെ പോകുവാൻ മടിക്കുന്നവരായിരിക്കും. അതായത്, ചില സന്ദർഭങ്ങളിൽ പോകാൻ സാധിക്കില്ല, ചില സന്ദർഭങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കില്ല എന്നെല്ലാം വരുന്നുണ്ടാകും. പക്ഷേ നമ്മൾ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ, അതിൽ പ്രത്യേകിച്ചും തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ മടിപ്പിച്ച എടുത്തു വന്നാൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഏത് ലെവലിലാണോ പോകുന്നത് ആ ലെവലിൽ നിന്നും അടുത്ത ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും ഈ മടിപ്പിച്ച വഴിപാടിലൂടെ എന്നാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടു തന്ന ഒന്നാണ് ഈ മടിപ്പിച്ച എന്ന് പറയുന്നത്.
തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു കോടീശ്വരൻ വർഷത്തിൽ ഒരു തവണ കോയമ്പത്തൂരുള്ള നമ്മുടെ മുരുകക്ഷേത്രത്തിൽ, മരുതമല മുരുകക്ഷേത്രത്തിൽ മടിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പേപ്പറിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവർ പണത്തിനു വേണ്ടിയല്ല മടിപ്പിച്ചെടുക്കുന്നത്, മറിച്ച് പണത്തേക്കാൾ ഉയർന്നതായിട്ട് നമ്മുടെ ജീവനുണ്ട്. ആ ജീവനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ഈ സ്വത്ത്, പണം, വീട്, വാഹനം, കാറ്, ബംഗ്ല എല്ലാം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാം ഉണ്ട്. നമ്മൾ എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്തത്രയും അവശനായിട്ട് ആരോഗ്യസ്ഥിതി മോശമായി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ചേർത്തി വെച്ചിരിക്കുന്നത് അനുഭവിക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ? ഇല്ല. അങ്ങനെയുള്ള ജീവന് വേണ്ടി നമുക്ക് മടിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ മടിപ്പിച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മടിപ്പിച്ച് എടുക്കരുത്. അത് ഏറ്റവും പുനിതമായിട്ടുള്ള ഒരു വഴിപാട് രീതിയാണ്. ഇപ്പോൾ നിങ്ങൾ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ ചിലർ മടിപ്പിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. ചിലരെ കാണുമ്പോൾ നമുക്കറിയും ന്യായമായിട്ടും അവർ മടിപ്പിച്ചയ്ക്ക് വേണ്ടി, അതായത് അവരുടെ ഏതോ ഒരു ദുഃഖങ്ങൾ തീർന്നു കിട്ടുവാൻ വേണ്ടി, ഏതോ ഒരു സങ്കടങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, അത് ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ എന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന തുക മടിപ്പിച്ചയായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ചിലർ ദിവസവും അതൊരു ജോലിയായിട്ടേ വെച്ചിട്ടുണ്ടാവും. അതെല്ലാം തന്നെ ഭഗവാൻ അറിയാം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഭിക്ഷയാചിക്കുന്നത്? നമ്മൾ ജീവന് വേണ്ടിയാണോ, ജീവിതത്തിന് വേണ്ടിയാണോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ, ഭർത്താവിന് വേണ്ടിയാണോ, കടം മാറി കിട്ടുവാൻ വേണ്ടിയാണോ എന്നെല്ലാം ഭഗവാൻ അറിയും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നേരായ മാർഗത്തിലുള്ള ആളുകൾക്ക് മാത്രം ദാനം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ഒരു പക്ഷേ ആരെങ്കിലും മടിപ്പിച്ച് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പറഞ്ഞ് തിരുച്ചെന്തൂരിലേക്ക് നിങ്ങൾ 1 രൂപ നാണയം ഒരു പച്ച നിറത്തിലുള്ള തുണിയിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു കിഴിരൂപത്തിൽ കെട്ടി നമ്മുടെ ഭഗവാന്റെ തിരുപാദത്തിന് മുൻപിൽ വെച്ച് നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളാണോ അത് തീർന്നു കിട്ടുന്ന ഒറ്റ പ്രശ്നം തീർന്നു കിട്ടുവാൻ വേണ്ടി നമ്മൾ ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പ്രാർത്ഥന ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളെ കൊണ്ട് എപ്പോൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നു, പ്രത്യേകിച്ച് പൗർണമി തിഥി ദിവസങ്ങളിൽ പോയി അവിടെ മടിപ്പിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉത്തമം. ഇനി അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ പോയാലും സാരമില്ല. ആദ്യം നിങ്ങൾ നാഴിക്കിണറിൽ കുളിച്ച് കടലിൽ കുളിക്കുക. അതിനുശേഷം നിങ്ങൾ അവിടെ നിന്നും തൂണ്ടുകൈ വിനായകരെ തൊഴുതുക. പിന്നീട് ഭഗവാനെ ദർശനം ചെയ്യുവാനായിട്ട് ഉള്ളിലേക്ക് പോകാം. പോകുന്ന സമയത്ത് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യരെയും അതുപോലെ തന്നെ ഷൺമുഖരോടും നമ്മുടെ പ്രാർത്ഥന നിറവേറ്റി തന്നതിനു വേണ്ടി നന്ദി പറയുക. നിറവേറി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല, നിറവേറി കിട്ടിയതിനു വേണ്ടി നന്ദി പറയുക. പിന്നീട് നിങ്ങൾ അവിടെ നിന്ന് വന്ന് ആ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ സാരി ഉടുക്കുക, അല്ലെങ്കിൽ ചുരിദാറാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഷാള് പിന്ന് ചെയ്തതിനു ശേഷം ആ ഷാളിൻ്റെ നമ്മുടെ ആ മുന്തി എന്ന് പറയില്ല, മുന്താണി എന്ന് പറയും, ആ ഭാഗം മുൻപിലേക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് ഭിക്ഷ യാചിക്കാവുന്നതാണ്. ഒരിക്കലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ വായ തുറന്ന് പണം ഇടൂ അല്ലെങ്കിൽ രൂപ ഇടൂ എന്ന് പറയരുത്. അതുപോലെ തന്നെ നമ്മൾ എത്ര വലിയ ആളുകളാണെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ ഒരു അഹങ്കാരമാണ് നമ്മളായി തന്നെ ഇരിക്കണം. ആരുടെ മുൻപിലും തല കുനിയരുത് എന്നുള്ളൊരു അഹംഭാവം. ആ അഹംഭാവം പോലും ഇല്ലാതാവുകയാണ് ഈ മടിപ്പിച്ച എന്നുള്ള വഴിപാട് നമ്മൾ ഭഗവാന്റെ മുൻപിൽ ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. ഭഗവാൻ വിചാരിച്ചാൽ എടുക്കുവാനും അറിയാം, കൊടുക്കുവാനും അറിയാം. ഭഗവാൻ കൊടുക്കുന്നത് ആരെക്കൊണ്ടും തടുക്കുവാനും സാധിക്കില്ല, ഭഗവാൻ എടുക്കുന്നതിനെ ആരെക്കൊണ്ടും നിർത്തുവാനും സാധിക്കില്ല. അതുകൊണ്ട് അഹങ്കാരമില്ലാതെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഷോളോ അല്ലെങ്കിൽ സാരിയുടെ മുന്താണിയോ പിടിച്ചുകൊണ്ട് നമുക്ക് മടിപ്പിച്ചയ്ക്കായിട്ട് ഒരു 20 മിനിറ്റ്, ചുരുങ്ങിയത് 20 മിനിറ്റ്, അതിൽ കൂടുതൽ എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് നിൽക്കാം. ഇതേ ജെൻസാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരു ലുങ്കി, പച്ച നിറത്തിലുള്ള ലുങ്കിയോ അല്ലെങ്കിൽ കാവി നിറത്തിലുള്ള ലുങ്കിയോ കെട്ടി ഇടുപ്പിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇടുപ്പിൽ തുണി ഒന്ന് കെട്ടിയതിന് ശേഷം അവരുടെ കഴുത്തിലുള്ള തോർത്ത് വിരിച്ച് നമുക്ക് ഈ ഭിക്ഷ യാചിക്കാവുന്നതാണ്. വെറുതെ മുരുക 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 എന്ന് വിളിച്ച് നിന്നാൽ മാത്രം മതി. അതിൽ ഇടുന്നത് 1 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും സന്തോഷത്തോടു കൂടി ഓം ശരവണഭവ എന്ന് അവരോട് പറഞ്ഞ് നമുക്ക് നിൽക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ എത്ര സമയം നിന്നാലും സാരമില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞതിനു ശേഷം ആ
പണമെടുത്ത് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തോ പോയിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങി എല്ലാവർക്കും നിങ്ങളെക്കൊണ്ട് എത്ര പേർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുവോ അത്രയും പേർക്ക് കൊടുക്കാം. നിങ്ങളും ആ ഭക്ഷണം കഴിക്കാവുന്നതാണ്. അവർക്ക് കൊടുക്കുന്ന അതേ പൊതി തന്നെയായിരിക്കണം നിങ്ങളും കഴിക്കേണ്ടത്. ഇങ്ങനെ കഴിച്ച് 1 രൂപ പോലും നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്ത് വരിക. ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വരുന്നുണ്ട്. എല്ലാ മുരുക ക്ഷേത്രങ്ങളിലും മുരുക ഭഗവാൻ ഉണ്ട് എന്നറിയാം. പക്ഷേ 24/7 അതായത് 24 മണിക്കൂറും 7 ദിവസങ്ങളിലും മുരുക ഭഗവാൻ എപ്പോഴുമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുച്ചെന്തൂർ സെന്തിൽ ആണ്ടവരുടെ ക്ഷേത്രമാണ്. ചിലർ ചോദിക്കും, പഴനിയിലില്ലേ, അല്ലെങ്കിൽ നമുക്ക് സ്വാമിമലയിലില്ലേ, അവിടെയില്ലേ, ഇവിടെയില്ലേ, എല്ലാം ചോദിക്കും. എല്ലാ സ്ഥലത്തും ഭഗവാനുണ്ട്. പക്ഷേ 24 മണിക്കൂറും വരുന്ന ഭക്തജനങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലാണ് എന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ അവിടെ കടലായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. കടലായിട്ട് നമ്മളെ കാത്തു രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുരുക ഭഗവാൻ, നിങ്ങൾക്ക് ഈ ഭിക്ഷയിടുന്നതിൽ ഒരാൾ മുരുക ഭഗവാൻ ആയിരിക്കും. അത് നമുക്ക് ആരാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കില്ല. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഭഗവാൻ തീർച്ചയായിട്ടും ഒരാളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും. അതും ആരാണ് എന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്കൊരു മറുപടി ഭഗവാൻ തന്നിരിക്കും. അത് ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് നടന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇത് ഒരൊറ്റ തവണ മാത്രം ഈ വഴിപാട് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യും, മാഡം മാഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, എൻ്റെ ജീവിതം മാറി എന്നുള്ള കാര്യം. ഞാൻ വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം, തമാശയ്ക്ക് പോലും ഈ വഴിപാട് നിങ്ങൾ നേരരുത്. അത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ഈ വഴിപാട് നമ്മൾ ചെയ്യാവൂ. അതുപോലെ തന്നെ നിങ്ങൾ നേർന്ന് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ നാണയത്തൊട്ട് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുക. ഇനി ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ വഴിപാട് ചെയ്തിട്ടുണ്ട് എന്നോ ചെയ്യുന്നുണ്ട് എന്നൊന്നും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പറയരുത്. കാരണം ഇത് ഭഗവാനും നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. കഴിവതും നിങ്ങൾ മടിപ്പിച്ച് ഏന്തി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് വീഡിയോ എടുക്കുകയോ അത് സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ വീഡിയോകളായിട്ട് ഇടുകയോ മറ്റുള്ളവരെ അറിയിക്കുകയോ ചെയ്യരുത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് ഏറ്റവും വലിയ ഒരു വഴിപാടാണ്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉയർന്ന ഒരു വഴിപാടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുരുക ഭഗവാന്റെ മുൻപിൽ മടിപ്പിച്ച് ഏന്തി നിൽക്കുന്നതാണ്. നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ മാനത്തിനു വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അതൊരിക്കലും നിങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തിടാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കേൾക്കുക. ഇതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വഴിപാടിനെ കുറിച്ച് ഇത്രയും നാൾ പറയാതിരുന്നത് എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ടാണ് പലരും പല രീതിയിലായിരിക്കും എടുക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വഴിപാട് നേർന്നു, ഞാൻ പഴനിക്ക് പോകുന്നു അവിടെ മടിപ്പിച്ച് എടുത്തോട്ടെ, തിരുത്തണിക്ക് പോകുന്നു അവിടെ മടിപ്പിച്ച് എടുത്തോട്ടെ, നമ്മുടെ വീടിനടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ മടിപ്പിച്ച് എടുത്തോട്ടെ. നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും മടിപ്പിച്ച് എടുക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നത്, ശിവക്ഷേത്രത്തിലാണോ, അമ്മയുടെ ക്ഷേത്രത്തിലാണോ, മുരുകക്ഷേത്രത്തിലാണോ, എവിടെ വേണമെങ്കിലും എടുക്കാം. സത്യസന്ധമായ ന്യായമായ കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിലും വേഗം ഫലം കൊണ്ടെത്തിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അത്രയും ഉയർന്ന ഒരു വഴിപാടാണ് ഈ മടിപ്പിച്ച വഴിപാട് എന്ന് പറയുന്നത്. അപ്പോൾ മറക്കരുത്, നിങ്ങൾ ഈ വഴിപാട് നേരുകയാണെങ്കിൽ പോലും, നമ്മൾ നേർച്ച നേരുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.